കണ്ട വൈറ്റ് ഹോഴ്സ് ഒരു നമ്മളന്ന് കണ്ടില്ല അവിടെ അതേപോലെ. നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ വളരെ വൈകിയാണ് എത്തിയത്. ഈ പെറ്റ് സ്റ്റേഷൻ ഉള്ളത് കടലിൻ്റെ കരക്കന്നെയാണ്. അതിൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്, നമുക്ക് ചായയൊക്കെ കുടിക്കാം. അതുകൂടാണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കാൻ പറ്റിയ കുറേ ഷോപ്പുകളാണ് അതിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതാണ് സാബിർ ഭായിയുടെ പെറ്റ് സ്റ്റേഷൻ. നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. എൻട്രി ഫണ്ട് 140. ഫണ്ണിന് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. എന്തോ ഫണ്ണ് എന്ന് പറഞ്ഞിട്ട് എന്താ അത് ഫണ്ണ്? ഞാനന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലാണ് സാബിർ ഭായിൻ്റെ പഴയ വീടുള്ളത്. ആ വീട്ടിലാണല്ലേ ചെറിയ പെറ്റ് സ്റ്റേഷൻ, എന്താ പറയുക, ഒരുപാട് ചെറിയ കൂടുകളിൽ വളർത്തിയ ഇതൊക്കെയാണ് ഇത്ര വലിയ സംഭവമായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് ഇല്ല അതേ മെൻറ്റാലിറ്റിയിലാണ് പുള്ളി ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അന്ന് ചെറിയ വീട്ടിൽ 1, 2, 3 ബോക്സുകൾ ഉണ്ടായിരുന്ന ബേർഡ്സും റാബിറ്റിനെല്ലാം ഇല്ലയിൽ നിന്ന് മാറിയിട്ട് ഇതാ നോക്കിയ കുതിരകളും അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഉള്ളിൽ പോയാൽ കാണാം. അപ്പോൾ ഇതിനെല്ലാം പുള്ളി ഓരോ പേര് ഇട്ടിട്ടുണ്ട്, പെറ്റ് നെയിം ഉണ്ട്. ഈ ഹോഴ്സിനായാലും ഉണ്ട്. അതേപോലെ ഇതിലുള്ള ഓരോന്നിനും ഒരുപാട് ബേർഡ്സ്, ചെറിയ ബേർഡ്സ് അല്ല, ഒരുവിധം ഇതിനൊക്കെ പിന്നെ പെറ്റ്സ് നെയിം ഉണ്ട് ശരിക്കും. അപ്പോൾ പുള്ളിയായിട്ട് ഭയങ്കര കണക്ഷൻസാണ്. ഇവിടെയുള്ള എല്ലാ ആനിമൽസ് ആണെങ്കിലും ബേർഡ് ആണെങ്കിലും ഭയങ്കര കണക്ഷൻസാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഭയങ്കരമായ ഒരു അട്രാക്ഷനും നമ്മളെ അതിശയിപ്പിക്കുന്നതും. അതിലെന്താ ഫിഷാ? ആടെ വലിയ ഫിഷ് ഉണ്ട് അല്ലേ? വലിയ ഫിഷ് ഉണ്ട് അല്ലേ? കൊറേ ഫിഷ് ഉണ്ടാ ഇത് വലിയ റോക്ക് അല്ലേ? ഫിഷ് വന്നത് ഇതാണ് കേട്ടോ സാബിർ ഭായിൻ്റെ പഴയ വീട് എന്ന് പറഞ്ഞത്. അത് ഇവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് സെൻറ്ററിൽ. ഇത് ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേകതരം പല്ലിയാട്ടാ. നമ്മളെ വീട്ടിലെ പല്ലിൻ്റെ അതേപോലെ തന്നെ ഉണ്ട്, പക്ഷെ കുറച്ച് വലിപ്പം കൂടുതലാണ്. നോക്കിയേ, നാട്ടിൽ തന്നെ ഒരുപാട് തേളുണ്ടായിട്ടും പുള്ളി ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന തേളായത് കേട്ടോ. ഇതൊരു പ്രത്യേക തേളാണ്. ഇതിൻ്റെ സംഭവം ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ, ഓപ്പണാക്കി വിട്ടിട്ട് നമുക്ക് നല്ല എന്താ പറയുക, ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇവിടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ ഇവിടുത്തെ. അടിപൊളിയായിട്ട് ഇത് നമ്മളന്ന് കണ്ടില്ല അവിടെ അതേപോലെ.
നോക്കിയ ഒരു ഇഗ്വാനെ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് അതിങ്ങനെ നടക്കുന്നുണ്ടാവും. നമ്മൾ ഇതിൻ്റെ കൂട്ടലും കൂടിയല്ല, ജസ്റ്റ് പുറത്തിട്ടിട്ട് നമുക്ക് ടച്ച് ചെയ്യുകയും ചെയ്യാം. വണ്ടിക്കൽ ധൈര്യം വേണമെന്നേ ഉള്ളൂ. എന്താ ഇതിൽ എവിടെയാണ് ഉണ്ടാവുക ഇങ്ങനെ ഓപ്പണാക്കി വിട്ടിട്ട്? അടിപൊളിയല്ലേ? പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടും മൃഗങ്ങളുണ്ടെങ്കിലും നമ്മളൊരു മൃഗശാലയിലൊക്കെ സൂവിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സ്മെല്ലോ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇല്ല കേട്ടോ. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും ക്ലീനിങ്ങും എല്ലാം അത്ര അടിപൊളിയാണ്. ഓരോ ബേർഡിന് വേണ്ടുന്നതിന് കണക്കായിട്ടാണ് അവർ കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബേർഡ് തന്നെ ശരിക്കും എൻജോയ് ചെയ്യണം. ആ കൂടൊക്കെ വെച്ചിട്ട് നോക്കി എന്തൊക്കെ സെറ്റിലാണ് വെച്ചിരിക്കുന്നത്, അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണം ആ ബേർഡൊക്കെ. അതന്നെ സ്വന്തം ഒരു പെറ്റിനെ നമ്മൾ വീട്ടിൽ എങ്ങനെ ഇത് ചെയ്യുന്നു ആ ലെവലിലാണ് പുള്ളി ഇതിനെ കൊണ്ടുപോകുന്നത്. ഇതിലും തന്നെ സാബിർ ഭായിനെ കാണാമെന്ന് വിചാരിച്ചിട്ട് സാബിർ ഭായിനെ പറ്റിയിട്ട് പുള്ളി ഇല്ല എന്നിവിടെ. പുള്ളിയുടെ ആരെയോ മാരേജ് ഉണ്ട്, അതുകൊണ്ട് പുള്ളി ഇല്ല. അപ്പം നെക്സ്റ്റ് ടൈം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാബിർ ഭായിനെ എന്തായാലും കാണണം. പുള്ളി എന്താ വെച്ചാൽ നല്ലൊരു അടിപൊളിയാട്ടോ. ഇതിലെല്ലാം ഉണ്ട്, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. നല്ലൊരു മനുഷ്യനാണ്.
ഇതുണ്ടോക്കിയാ ഫോഴ്സാ അതിന്റെ മൊബൈലിലെ സൈഡിലേക്ക് അത് ഇങ്ങനെ കാണുമ്പോൾ കടിക്കും കേട്ടോ അത്. രണ്ട് സാധനങ്ങളിലൂടെ ഭയങ്കര ഓപ്പൺ ആക്കിയിട്ട് വെച്ചിരിക്കുന്നല്ലേ. ഇതിൽ പൊട്ടും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന സാധനം നോക്കും. അവിടെ വരുന്ന സാധനം നോക്കും. വായി തന്നെ ഇവിടെ നോക്കി കുറച്ച് കഴിഞ്ഞ് വരും. അതേ നോക്കും. വലിയ സാധനമാണല്ലോ. ഇല്ല ഇത് ഓസ്ട്രിച്ച് അല്ലേ? കണ്ട ഒട്ടക പക്ഷി ഉമ്മുക്കുൽസു ആണ് ഇതിന്റെ പെറ്റ് നെയിം. ഉമ്മുക്കുൽസു അങ്ങനെ ഓരോന്നിനും ഓരോ പെറ്റ് നെയിം ഉണ്ട് ശരിക്കും. ഇതാണ് ഉമ്മുക്കുൽസു. അത് കടിക്കാൻ വരുന്നയാ? ഇതാണ് പുങ്കനൂർ കവ്. നമ്മൾ കണ്ട കവിൻ്റെ ഒരു മിനിയേച്ചർ ചെറുത്. ഇത് ഇത്തിരി വളരെ പൂർണ്ണ വളർച്ചയായ സംഭവമാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓരോന്ന് ചെറിയത്. ഇത് ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്തിലെ കവാണ്. ഈ ഒട്ടകത്തിന്റെ പേരാണ് കാളി കേട്ടാ. പെറ്റ് നെയിമാണ് കാളി. ഇത് ശരിക്കും ഇതൊരു പെണ്ണൊട്ടകമാണ്. ഇത് കഴിഞ്ഞ മാസം പ്രസവിച്ചു. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ പോയാൽ ഇതിന്റെ കുട്ടീനെയും കൂടി കാണാം അവിടെ. ഇത് പ്രസവിക്കുന്നതെല്ലാം ഇൻസ്റ്റയിലുണ്ട് കേട്ടോ. എണീക്ക് കാളി ഒന്ന് കാണട്ടെ. എണീക്ക് വെറു കിടന്നാ മതിയാ കാളി. നമ്മൾ പോയ സമയം അപ്പോൾ ഇത് ഗർഭിണിയായിരുന്നു. അത് നമ്മൾക്ക് അറിയില്ലല്ലോ. അതാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ കിടിലം ഒരുപാട് സംഗതികൾ ഇനിയും കാണാനുണ്ടത്രേ. ഇത് അമേരിക്കയിൽ നിന്ന് ഉണ്ടെന്നെ കേട്ടോ. ഒരുപാട് കാണാനുണ്ടത്രേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത ഒരു എപ്പിസോഡും വരുന്നതായിരിക്കും. അതിൽ പിന്നെ കാണാം. അതുകൊണ്ട് താങ്ക് യു. ബൈ.